ഇന്റർവ്യൂകളിൽ ആങ്കറായി എത്തി ജനശ്രദ്ധ നേടിയ വീണ മുകുന്ദൻ ഈയിടെയത്താണ് അമ്മയായത്. വീണയുടെ ഡെലിവറി വ്ലോഗ് ചർച്ചയായിരുന്നു. ഗർഭിണിയായ കാലത്ത് താൻ നേരിട്ട വിഷമഘട്ടങ്ങളെക്കുറിച്ച് വീണ തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ജനശ്രദ്ധ നേടുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീണയുടെ കണ്ണൂർ ഹൃതിക്ക് നീക്കിവെക്കും വന്നിരുന്നു. അന്ന് ഞാൻ ഗർഭിണിയായിരുന്നത് വീണ പറഞ്ഞു. എൻ്റെ കണ്ണിനൊരു പ്രശ്നം വന്നിരുന്നു. അത് ഇത്രയും സീരിയസ് ആകുന്ന കാരണം ആ സമയത്ത് ഞാൻ ഗർഭിണി കൂടിയായിരുന്നു എന്നതാണ്. ആ സമയത്ത് കണ്ണിൻ്റെ പ്രശ്നം മാറാനുള്ള സ്റ്റിറോയിഡുകൾ കഴിക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞത് സ്റ്റിറോയിഡ് കഴിക്കാതെ ഇത് മാറില്ല, പക്ഷെ കഴിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് അബോർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ്. കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനന്ന് നിർത്താതെ കരഞ്ഞ ദിവസമാണ്. കാരണം എൻ്റെ ഓഫ്താൽമോളജിസ്റ്റാണ് ഇത് പറഞ്ഞത്. ഫൈനൽ കോൾ എടുക്കേണ്ടി വീണയാണെന്ന് പറഞ്ഞു. ഇത് ചെയ്യണമെന്നറിയാതെ സിറ്റുവേഷനിലൂടെയാണ് ഞാൻ സമയത്ത് കടന്നുപോയത്. അവസാനം എൻ്റെ ഗൈനക്കോളജിസ്റ്റിനോട് വിളിച്ച് സംസാരിച്ചു. മാഡം എന്നോട് പറഞ്ഞ് സ്റ്റിറോയിഡ് എടുക്കുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പല രോഗമുള്ളവരും സ്റ്റിറോയിഡ് എടുത്തിട്ട് തന്നെയാണ് രോഗം മാറ്റുന്നത്. പ്രഗ്നൻസി ജേണിയെന്നുടനീളം സ്റ്റിറോയിഡ് എടുക്കാറുള്ളതാണ്. പക്ഷേ എപ്പോഴും എൻ്റെ ഓഫ്തൽമോളജിസ്റ്റ് 100% അത് സമ്മതിച്ചില്ല. ഗൈനക്കോളജിസ്റ്റിൻ്റെ റിട്ടേൺ ആയുള്ള പെർമിഷൻ അല്ലെങ്കിൽ മെയിൽ വേണം, എന്നാലേ മരുന്ന് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് മെയിൽ വന്നു. അങ്ങനെയാണ് തനിക്ക് മരുന്ന് തന്നത്. ആ ഒരു ഘട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാണത് പറഞ്ഞു തിരിക്കുക എന്നറിയില്ല. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നറിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഉണ്ടായാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ മാനേജ് ചെയ്യുകയെന്ന 100 സംശയങ്ങളായിരുന്നു. ഭർത്താവിനോട് ചോദിച്ചാൽ പറയുന്നത് ഫൈനൽ കോൾ എടുക്കേണ്ടത് നീയാണ്, സ്പോർട്സ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റൂ, ഇതിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് നീ തന്നെയാണ് എന്നായിരുന്നു. ഇപ്പോഴും പറയുമ്പോൾ ഞാൻ ഇമോഷണലാകുമെന്നും വീണ മുകുന്ദൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളുടെ വിശേഷമായ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.